എക്സലന്റ് കാഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന 10 എക്സൽ ഫംഗ്ഷനുകളിലൊന്നായ ഇഫ് ഫംഗ്ഷനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നത് വിശദീകരിക്കുന്നതിന് മുന്നായിട്ട് ഇഫ് ഫംഗ്ഷൻ്റെ ഉപയോഗത്തിന് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഇവിടെയുള്ള ഈ സ്കോർ കാർഡ് ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് വിദ്യാർത്ഥികൾ ഒരു എക്സാമിന് നേടിയ സ്കോറുകളാണ് ഈ കാണുന്നത്. ഇനി മൂന്നാമത്തെ കോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്കോറിനും നേരെ പാസ് അല്ലെങ്കിൽ ഫെയിൽ എന്നൊരു റിസൾട്ട് കാണാം. അതായത് 50 എന്ന പാസ് മാർക്കിനേക്കാൾ താഴെയുള്ള മാർക്കുകൾക്ക് നേരെ ഫെയിൽ എന്നും 50നേക്കാൾ മുകളിലുള്ള മാർക്കുകൾക്ക് നേരെ പാസ് എന്നും റിസൾട്ട് കാണാം. ഇനി പാസ് മാർക്ക് ഞാൻ ചേഞ്ച് ചെയ്താൽ ഉദാഹരണത്തിന് 70 ആക്കുന്നു. അതിനനുസരിച്ച് മൂന്നാമത്തെ കോളം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. 70ൽ താഴെയുള്ള എല്ലാ മാർക്കുകൾക്കും നേരെ ഫെയിൽ എന്ന റിസൾട്ട് വന്നാൽ കാണാം. ഇഫ് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് ഈ ഫോർമുല നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. നേരത്തെ കണ്ടതിന് സമാനമായിട്ടൊരു സ്കോർ ഷീറ്റാണിത്. പക്ഷേ ഇവിടെ പാസ് അല്ലെങ്കിൽ ഫെയിൽ എന്ന 2 റിസൾട്ടുകൾക്ക് പകരം ഗുഡ്, ആവറേജ്, ബാഡ് എന്നിങ്ങനെ 3 റിസൾട്ടുകൾ കാണാം. 75ന് മുകളിലുള്ള മാർക്കുകൾക്ക് നേരെ ഗുഡ് എന്നും 40നും 75നും ഇടയിലുള്ള മാർക്കുകൾക്ക് നേരെ ആവറേജ് എന്നും 40ൽ താഴെയുള്ള മാർക്കുകൾക്ക് നേരെ ബാഡ് എന്നും റിസൾട്ട് വന്നിരിക്കുന്നത് കാണാം. നെസ്റ്റഡ് ഇഫ് എന്നൊരു ടെക്നിക്ക് ഉപയോഗിച്ചാണ് ഈ ഫോർമുല ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇഫ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നൊരു കണ്ടീഷൻ ശരിയാണോ തെറ്റാണോ എന്നതിനനുസരിച്ച് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന 2 വാല്യൂസിൽ ഒന്ന് റിട്ടേൺ ചെയ്യാനാണ് ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഇഫ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഇതാണ്. ഫംഗ്ഷനുള്ളിൽ ലോജിക്കൽ ടെസ്റ്റ്, വാല്യൂ ഇഫ് ട്രൂ, വാല്യൂ ഇഫ് ഫോൾസ് എന്നിങ്ങനെ 3 ആർഗ്യുമെൻറ്റുകൾ. ആദ്യത്തെ ആർഗ്യുമെൻറ്റ് ലോജിക്കൽ ടെസ്റ്റ്. ശരി അല്ലെങ്കിൽ തെറ്റെന്ന രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്ന നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന കണ്ടീഷനാണ് ലോജിക്കൽ ടെസ്റ്റ്. വാല്യൂ ഇഫ് ട്രൂ എന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്. നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. വാല്യൂ ഇഫ് ഫോൾസ് എന്ന മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ്. നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. ഇനി ഫംഗ്ഷൻ്റെ വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം. ഈ കാണുന്ന സെല്ലിലെ വാല്യൂ, അതായത് C11 എന്ന സെല്ലിലെ വാല്യൂ 100 എന്ന സംഖ്യയേക്കാൾ വലുതാണെങ്കിൽ യെസ് എന്നും 100 എന്ന സംഖ്യയേക്കാൾ ചെറുതാണെങ്കിൽ നോ എന്നും ഈ ഒരു സെല്ലിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോർമുല ബാറിൽ ഈക്വൽ ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലോജിക്കൽ ടെസ്റ്റ്. C11 എന്ന സെല്ലിലെ വാല്യൂ 100 എന്ന സംഖ്യയേക്കാൾ വലുതാണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി C11 എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു. ഗ്രേറ്റർ ദാൻ 100. ഇതാണ് നമ്മുടെ ലോജിക്കൽ ടെസ്റ്റ് അഥവാ കണ്ടീഷൻ. കോമ വാല്യൂ ഇഫ് ട്രൂ. നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. C11 എന്ന സെല്ലിലെ വാല്യൂ 100 എന്ന സംഖ്യയേക്കാൾ വലുതാണെങ്കിൽ യെസ് എന്ന് റിട്ടേൺ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സിനുള്ളിൽ യെസ്, കോമ വാല്യൂ ഇഫ് ഫോൾസ് എന്ന മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ്. നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത കണ്ടീഷൻ തെറ്റാണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. C11 എന്ന സെല്ലിലെ വാല്യൂ 100 എന്ന സംഖ്യയേക്കാൾ വലുതല്ല എങ്കിൽ നോ എന്ന് റിട്ടേൺ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സിനുള്ളിൽ നോ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഫോർമുല നോ എന്ന വാല്യൂ റിട്ടേൺ ചെയ്തു. കാരണം C11 എന്ന സെല്ലിലെ വാല്യൂ 100 എന്ന സംഖ്യയേക്കാൾ ചെറുതാണ്. ഇനി ഈ സെല്ലിൽ 100 എന്ന സംഖ്യയേക്കാൾ വലിയൊരു വാല്യൂ ഞാൻ ഉപയോഗിച്ചാൽ 145, ഫോർമുല എസ് എന്ന വാല്യൂ റിട്ടേൺ ചെയ്യും. ഇനി ഇതേ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം കണ്ട സ്കോർ കാർഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഈ കാണുന്ന സെല്ലിലെ വാല്യൂ 50 എന്ന സംഖ്യയേക്കാൾ വലുതാണെങ്കിൽ പാസ് എന്നും അല്ല എങ്കിൽ ഫെയിൽ എന്നും ഈ സെല്ലിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോർമുല ബാറിൽ ഈക്വൽ ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലോജിക്കൽ ടെസ്റ്റ്. C5 എന്ന സെല്ലിലെ വാല്യൂ 50 എന്ന സംഖ്യയേക്കാൾ വലുതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് C5 ഗ്രേറ്റർ ദാൻ 50. ഇതാണ് നമ്മുടെ ലോജിക്കൽ ടെസ്റ്റ്. കോമ വാല്യൂ ഇഫ് ട്രൂ. നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത കണ്ടീഷൻ ശരിയാണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. C5 എന്ന സെല്ലിലെ വാല്യൂ 50 എന്ന സംഖ്യയേക്കാൾ വലുതാണെങ്കിൽ പാസ് എന്ന് റിട്ടേൺ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സിനുള്ളിൽ പാസ്.
കോമ വാല്യൂ ഇഫ് ഫോൾസ് എന്ന മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ്. C5 എന്ന സെല്ലിലെ വാല്യൂ 50 എന്ന സംഖ്യകൾ വലുതല്ല എങ്കിൽ ഫെയിൽ എന്ന് റിട്ടേൺ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സിനുള്ളിൽ ഫെയിൽ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഫോമുല പാസ് എന്ന വാല്യൂ റിട്ടേൺ ചെയ്തു. ഇനി 50 എന്ന സംഖ്യയേക്കാൾ ചെറിയൊരു സംഖ്യയാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഫോമുല ഫെയിൽ എന്ന വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് കാണാം. ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഈ മാർക്കുകൾക്കനുസരിച്ച് പാസ് അല്ലെങ്കിൽ ഫെയിൽ എന്നൊരു റിസൾട്ട് ഈ സെല്ലുകളിൽ വരും. ഇവിടെ ഇപ്പോൾ ഈ ഫോമുലയിൽ 50 എന്ന പാസ് മാർക്ക് ഹാർഡ് കോഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ എക്സൽ ഫോമുലയിലുള്ള വാല്യൂസ് ഹാർഡ് കോഡ് ചെയ്യുന്നത് ശരിയായിട്ടൊരു പ്രവണതയല്ല. കാരണം ഈ പാസ് മാർക്കിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോമുല മാത്രമല്ല ഇവിടെയുള്ള എല്ലാ ഫോമുലകളും ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇങ്ങനെ വാല്യൂസ് ഹാർഡ് കോഡ് ചെയ്യുന്നതിന് പകരം സെൽ റെഫറൻസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ കാണുന്ന സെല്ലിലുള്ള മാർക്ക് ഇവിടെയുള്ള പാസ് മാർക്കിനേക്കാൾ വലുതാണെങ്കിൽ പാസ് എന്നും അല്ല എങ്കിൽ ഫെയിൽ എന്നും ഈ സെല്ലിലേക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് ഈക്വൽ ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലോജിക്കൽ ടെസ്റ്റ്. H5 എന്ന സെല്ലിലെ വാല്യൂ H2 എന്ന സെല്ലിലെ വാല്യൂവിനേക്കാൾ വലുതാണോ എന്നത് ചെക്ക് ചെയ്യാനായിട്ട് H5 ഗ്രേറ്റർ ദാൻ H2. ഇനി H2 എന്ന ഈ സെൽ റെഫറൻസിനെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റുക. അതിനുവേണ്ടി F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുന്നു. ഫോമുല നമ്മൾ താഴേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഈ സെൽ റെഫറൻസ് ചേഞ്ച് ചെയ്യാതിരിക്കാനാണ് ഇങ്ങനെ സെൽ റെഫറൻസിനെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റുന്നത്. കോമ വാല്യൂ ഇഫ് ട്രൂ. നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത കണ്ടീഷൻ ശരിയാണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. H5 എന്ന സെല്ലിലെ വാല്യൂ H2 എന്ന സെല്ലിലെ വാല്യൂവിനേക്കാൾ വലുതാണെങ്കിൽ പാസ് എന്ന് റിട്ടേൺ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സിനുള്ളിൽ പാസ്. കോമ ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഫെയിൽ എന്ന് റിട്ടേൺ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സിനുള്ളിൽ ഫെയിൽ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യാം. ഇനി ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യും. ഇനി ഇവിടെ ഫെയിൽ എന്ന റിസൾട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകളെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ സെല്ലുകൾ സെലക്ട് ചെയ്യുക. കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഹൈലൈറ്റ് സെൽ റൂൾസ്, ഈക്വൽ ടു ഫെയിൽ. ഓക്കെ. ഇനി നെസ്റ്റഡ് ഇഫ്സിന് ഉദാഹരണം നോക്കാം. ഒരു ഇഫ് ഫംഗ്ഷനുള്ളിൽ ഒന്നോ ഒന്നിലധികമോ ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിനെയാണ് നെസ്റ്റിംഗ് ഓഫ് ഇഫ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ടി വരുമ്പോഴാണ് ഇഫ് ഫംഗ്ഷനെ നെസ്റ്റ് ചെയ്യാറ്. സോ നെസ്റ്റഡ് ഇഫ്സ് എന്തിനാണ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ കാണുന്ന സ്കോറുകളിൽ 75-ന് മുകളിലുള്ളവയ്ക്ക് നേരെ ഗുഡ് എന്നും 40-നും 75-നും ഇടയിലുള്ളവയ്ക്ക് നേരെ ആവറേജ് എന്നും 40-ൽ താഴെയുള്ളവയ്ക്ക് നേരെ ബാഡ് എന്നും ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈക്വൽ ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇഫ് ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലോജിക്കൽ ടെസ്റ്റ്. C3 എന്ന സെല്ലിലെ വാല്യൂ 75 എന്ന സംഖ്യയേക്കാൾ വലുതാണോ എന്നത് ചെക്ക് ചെയ്യാനായിട്ട് C3 ഗ്രേറ്റർ ദാൻ 75. C3 ഗ്രേറ്റർ ദാൻ 75 എന്നതാണ് നമ്മുടെ കണ്ടീഷൻ. കോമ നമ്മൾ സ്പെസിഫൈ ചെയ്ത കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. C3 എന്ന സെല്ലിലെ വാല്യൂ 75-നേക്കാൾ വലുതാണെങ്കിൽ ഗുഡ് എന്ന് റിട്ടേൺ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സ് ഗുഡ് ഡബിൾ കോട്ട്സ്. കോമ വാല്യൂ ഇഫ് ഫോൾസ് എന്ന മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ്. ഇവിടെ ബാഡ് അല്ലെങ്കിൽ ആവറേജ് എന്നൊരു വാല്യൂ ഉപയോഗിക്കുന്നതിന് പകരം മറ്റൊരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതിനുവേണ്ടി ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇഫ് ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലോജിക്കൽ ടെസ്റ്റ്. C3 എന്ന സെല്ലിലെ വാല്യൂ 40 എന്ന സംഖ്യയേക്കാൾ വലുതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് C3 ഗ്രേറ്റർ ദാൻ 40, കോമ വാല്യൂ ഇഫ് ട്രൂ എന്ന രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്. നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. നമുക്കറിയാം ഇവിടെ ആദ്യത്തെ ഇഫ് ഫംഗ്ഷനുള്ളിൽ C3 ഗ്രേറ്റർ ദാൻ 75 എന്ന കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ മാത്രമാണ് രണ്ടാമത്തെ ഇഫ് ഫംഗ്ഷനിലേക്ക് വരിക.
അതായത് C3 എന്ന സെല്ലിലെ വാല്യൂ 75 ചെറുതാണെങ്കിലാണ് രണ്ടാമത്തെ ഇഫ് ഫംഗ്ഷനിലേക്ക് കൺട്രോൾ വരിക. സോ C3 എന്ന സെല്ലിലെ വാല്യൂ 75 ചെറുതും 40 വലുതുമാണെങ്കിൽ ആവറേജ് എന്ന് റിട്ടേൺ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സിനുള്ളിൽ ആവറേജ്, കോമ, ഇനി സ്പെസിഫൈ ചെയ്ത കണ്ടീഷൻ തെറ്റാണെങ്കിൽ ബാഡ് എന്ന് റിട്ടേൺ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സിനുള്ളിൽ ബാഡ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. രണ്ടാമത്തെ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. ഇനി ആദ്യത്തെ ഫംഗ്ഷൻ കൂടെ ക്ലോസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഫോർമുല ഗുഡ് എന്ന റിസൾട്ട് റിട്ടേൺ ചെയ്തു. ഇനി 40-നും 75-നും ഇടയിലുള്ളൊരു വാല്യൂ നമുക്ക് ഉപയോഗിക്കാം, ആവറേജ്. ഇനി 40-ന് താഴെയുള്ളൊരു വാല്യൂ ബാഡ്. നോക്കുക, ഇവിടെയുള്ള വാല്യൂസിനനുസരിച്ച് ഗുഡ്, ബാഡ് അല്ലെങ്കിൽ ആവറേജ് എന്നുള്ള റിസൾട്ട് ഫോർമുല റിട്ടേൺ ചെയ്തു. നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്പർ റിട്ടേൺ ചെയ്യാൻ മാത്രമല്ല, കണ്ടീഷൻസ് ചെക്ക് ചെയ്ത ശേഷം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം നോക്കാം. ഈ വർക്ക്ഷീറ്റിലെ 2 ടേബിളുകൾ നോക്കുക. ആദ്യത്തെ ടേബിളിൽ കുറച്ച് സെയിൽസ് എക്സിക്യൂട്ടീവുമാർ നടത്തിയ സെയിലുകളുടെ എമൗണ്ടുകളാണുള്ളത്. രണ്ടാമത്തെ ടേബിളിൽ എമൗണ്ടുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്മീഷൻ പെർസെൻറ്റേജ് കാണാം. അതായത് 15,000-നേക്കാൾ മുകളിലാണ് എമൗണ്ടെങ്കിൽ ആ എമൗണ്ടിൻ്റെ 15% കമ്മീഷൻ. സെയിൽസ് എമൗണ്ട് 15,000-ന് താഴെയും 10,000-ന് മുകളിലുമാണെങ്കിൽ 10% കമ്മീഷൻ. 10,000-ന് താഴെയുള്ള എമൗണ്ടുകൾക്ക് കമ്മീഷൻ ഇല്ല. ഇനി ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഓരോ സെയിൽസ് റെപ്പിൻ്റെയും എമൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്മീഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. C3 എന്ന സെല്ലിലുള്ള എമൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈക്വൽ ഇഫ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഫംഗ്ഷനുള്ളിൽ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലോജിക്കൽ ടെസ്റ്റ്. C3 എന്ന സെല്ലിലെ വാല്യൂ 15,000-നേക്കാൾ മുകളിലാണോ എന്നത് ചെക്ക് ചെയ്യാനായിട്ട് C3 ഗ്രേറ്റർ ദാൻ 15,000, കോമ, C3 എന്ന സെല്ലിലെ വാല്യൂ 15,000-നേക്കാൾ മുകളിലാണെങ്കിൽ ആ തുകയുടെ 15% കമ്മീഷൻ. ആ തുകയ്ക്ക് വേണ്ടി C3 ഇൻറ്റു 15%, കോമ, വാല്യൂ ഫോൾസ് എന്ന മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ്. ഇവിടെ നമ്മൾ മറ്റൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. C3 എന്ന സെല്ലിലെ വാല്യൂ 10,000-നേക്കാൾ മുകളിലാണോ എന്നത് ചെക്ക് ചെയ്യാനായിട്ട് ഇഫ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. C3 ഗ്രേറ്റർ ദാൻ 10,000, കോമ, വാല്യൂ ഇഫ് ട്രൂ. സെയിൽസ് എമൗണ്ട് 15,000-നേക്കാൾ താഴെയും 10,000-ന് മുകളിലുമാണെങ്കിൽ 10% കമ്മീഷൻ. അതിനുവേണ്ടി സെയിൽസ് എമൗണ്ട് ഇൻറ്റു 10%, കോമ, 10,000-ന് താഴെയുള്ള എമൗണ്ടുകൾക്ക് കമ്മീഷൻ ഇല്ല, 0, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഒരു തവണ കൂടി എൻ്റർ. നോക്കുക, ഇവിടെ സെയിൽസ് എമൗണ്ട് 10,000-ന് താഴെയാണ്, അതുകൊണ്ട് തന്നെ ഫോർമുല 0 ആണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഇനി 15,000-നും 10,000-നും ഇടയിലുള്ളൊരു എമൗണ്ട് നമുക്കിവിടെ ഉപയോഗിച്ച് നോക്കാം. നോക്കുക, ഈ തുകയുടെ 10% കമ്മീഷൻ. ഇനി 15,000-ന് മുകളിലുള്ളൊരു എമൗണ്ട്, 15,000-ന് മുകളിൽ 15% കമ്മീഷൻ. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യും. ഈ ഫംഗ്ഷനുള്ളിൽ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ എന്നിങ്ങനെ 2 ഓപ്പറേറ്ററുകൾ മാത്രമല്ല, ഈക്വൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു എന്നിങ്ങനെ 4 ഓപ്പറേറ്ററുകൾ കൂടി ഉപയോഗിക്കാൻ സാധിക്കും. ഇഫ് ഫംഗ്ഷൻ്റെ വിവിധ ഉപയോഗത്തെക്കുറിച്ചുള്ള വീഡിയോ പ്രയോജനപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലെയുള്ള എക്സൽ ടിപ്പ് വീഡിയോസ് റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.